അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ പോകുന്നതൊക്കെ സാധാരണ ജനാധിപത്യത്തിൽ പതിവുള്ള ഏർപ്പാടാണ്. അതിലത്രയും അത്ഭുതമൊന്നുമില്ല. അപ്പോൾ നാളെ സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരനോ ജോർജ് കുര്യനോ കോൺഗ്രസിലേക്ക് വന്നാൽ ഞാനതിനെ സ്വാഗതം ചെയ്യും. BJP-യിൽ നിന്ന് ഇപ്പോൾ ചില കൗൺസിലർമാർ വരുന്നുണ്ട് എന്നൊക്കെ വാർത്തയുണ്ട്, അതിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എനിക്ക് 2 ഒബ്ജക്ഷന് മാത്രമേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം ഗാന്ധിവാദത്തിനെ ന്യായീകരിച്ചു. 2, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു. ഇപ്പോൾ വിമർശനം 2 രീതിയിലുണ്ട്. പൊളിറ്റിക്കൽ അറ്റാക്കും ഉണ്ട്, പൊളിറ്റിക്കൽ ക്രിറ്റിസിസവും ഉണ്ട്, പേഴ്സണൽ ക്രിറ്റിസിസവും ഉണ്ട്. ഇപ്പം ഇന്നലെ സന്ദീപ് വാര്യർ നടത്തിയത് പൊളിറ്റിക്കലാണ്. സുരേന്ദ്രനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും അംഗീകരിക്കുന്ന കാര്യം, അത് പൊളിറ്റിക്കൽ അറ്റാക്കാണ്. അത് 100% ശരിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അതൊന്നുമല്ല. ഈ 2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത്. പക്ഷേ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു, അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. അത് ഇന്നലെ മുതൽ കോൺഗ്രസ്സുകാരനായി. ഇന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടതോടുകൂടി അത് UDF-കാരനുമായി. ഇനി അതിനെക്കുറിച്ച് ഫർദറായിട്ടുള്ള ചർച്ചയില്ല. ഞാൻ പറയാം, ഇനി അതിനെക്കുറിച്ച് ഫർദറായിട്ടുള്ള ചർച്ചയില്ല. കാരണം 20-ാം തീയതി പാലക്കാട് ഇലക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസ്സുകാരനായി മാറിയ UDF-കാരനായി മാറിയ സന്ദീപ് വാര്യരുടെ ഇന്നലെ മുതൽക്കുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ഒബ്ജക്ഷനും ഞങ്ങൾക്ക് ആർക്കുമില്ല. കോൺഗ്രസ് മുങ്ങിത്താഴൊന്നുമില്ല. അതിപ്പോൾ ആര് വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസ് ശക്തമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഈ വരവും ഒന്നും വന്നില്ലെങ്കിലും കോൺഗ്രസ് പാലക്കാട് ഉറപ്പായിട്ട് ജയിക്കുകയായിരുന്നു. കാരണം അത് നന്നായി പഠിച്ച, പാലക്കാട് അസംബ്ലിയെ കുറിച്ച് നന്നായി പഠിച്ച ഒരാളാണ് ഞാൻ. 100% ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ് പാലക്കാട്. അല്ലെ, ഞാൻ പറഞ്ഞില്ല, ഇന്നലെ മുതൽ അധികം കോൺഗ്രസ്സുകാരനായി. ഇനി അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചയില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇപ്പൊ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇല്ല, ഞാൻ TV കണ്ടിട്ട് അറിയാം. അപ്പൊ അത്രയല്ലേ ആവശ്യമുള്ളൂ. കാരണം ഞാൻ അത്ര അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനൊന്നും അല്ലല്ലോ, ഞാനൊരു എളിയ പ്രവർത്തകനല്ലേ. അല്ല, ഞാൻ അതുകൊണ്ടാണ് ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ എതിർത്തത്. അല്ലാതെ ഞാൻ സന്ദീപ് വാര്യരെ പേഴ്സണലായിട്ട് കണ്ടിട്ട് പോലുമില്ല. ഞാൻ ഈ 2 നിലപാടുകാരനാണ് അദ്ദേഹം വേണ്ടാന്ന് പറയാൻ കാരണം. പക്ഷെ അദ്ദേഹത്തിന് എടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് പാർട്ടി ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതെനിക്ക് അംഗീകരിക്കണം. ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയിൽ അത് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അല്ല, അത് അദ്ദേഹം വന്നില്ലെങ്കിലും ഉറപ്പായിട്ട് പാലക്കാട് ഞങ്ങൾ ജയിക്കും. വന്നില്ലായിരുന്നെങ്കിലും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് അതിൽ ഇട്ടു എന്നല്ല, ഞാൻ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ നേരത്തെ ഇടാൻ തീരുമാനിച്ചാണ്. ഇത് 2 കൂടെ ഒന്നായി പോയി. അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടിക്കാരനാണ്, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല.